ചിരട്ടയുണ്ടോ? വാങ്ങാൻ ആളുണ്ട്. വില കിലോയ്ക്ക് 35 രൂപയോളം. സംസ്ഥാനത്ത് തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില കുതിക്കുകയാണ്. ഒപ്പം ചിരട്ടയുടെ വിലയും. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചിരട്ട കയറ്റി അയക്കുന്നത് തമിഴ്നാട്ടിലേക്കാണ്. ഇപ്പോൾ 1 കിലോ ചിരട്ട 33 രൂപയ്ക്കാണ് ശേഖരിക്കുന്നത്. തേങ്ങ വിലയിൽ ഉണ്ടായ കുതിപ്പും ചാഞ്ചാട്ടവുമാണ് ചിരട്ടയുടെ വില വർധനവിന് പ്രധാന കാരണം. തേങ്ങയ്ക്ക് വില കൂടിയതോടെ പലരും പച്ചത്തേങ്ങ പൊതിച്ച് വിൽക്കാൻ തുടങ്ങി. ഇതോടെ ചിരട്ടയുടെ ലഭ്യത ഗണ്യമായി കുറയുകയും ഡിമാൻഡ് ഉയരുകയും ചെയ്തു. പാലക്കാട്ടിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന മൊത്ത കച്ചവടക്കാരാണ് നിലവിൽ ചിരട്ട സംഭരിച്ച് കൊണ്ടുപോകുന്നത്. സൗന്ദര്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലും പഴച്ചാർ, പഞ്ചസാര, വെള്ളം എന്നിവ ശുദ്ധീകരിക്കാനുമാണ് ചിരട്ടക്കരി പ്രധാനമായി ഉപയോഗിക്കുന്നത്. കൗതുക വസ്തുക്കളും കരകൗശല വസ്തുക്കളും നിർമ്മിക്കുന്നവർക്കും ചിരട്ട ഏറെ പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുവാണ്. ആവശ്യത്തിനനുസരിച്ച് ഇനി ചിരട്ട കരകൗശല വസ്തുക്കൾക്കും കിട്ടുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. ഇത് ചിരട്ട ഉൽപ്പാദനങ്ങളുടെ വില വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. 2025 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ 1 കിലോ ചിരട്ടയുടെ വില 8 രൂപ മുതൽ 9 രൂപ വരെയായിരുന്നു. ഇന്ന് വില ഉയർന്ന് ഏകദേശം 33 രൂപയിലേക്കെത്തി. ചിരട്ടയ്ക്ക് മാത്രമല്ല, നാളികേരത്തിനും വിപണിയിൽ ഇപ്പോൾ നല്ല വിലയാണ്. ചിരട്ടയ്ക്കും നാളികേരത്തിനും വില കൂടുന്നത് കൊണ്ട് തന്നെ തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലെ ചിരട്ടക്കരി നിർമ്മിക്കുന്ന ഫാക്ടറികളിലേക്കും കേരളത്തിൽ നിന്ന് കണക്കില്ലാതെ ചിരട്ട എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ആളുകൾക്ക് സംശയമുണ്ടാകും, എന്താണ് ചിരട്ടയ്ക്ക് ഇത്ര ഡിമാൻഡ്, എന്തിനാണ് ചിരട്ട ഉപയോഗിക്കുന്നത് എന്നൊക്കെ. പ്രധാനമായും കരിയുണ്ടാക്കി ജലശുദ്ധീകരണം നടത്തുന്നതിനു വേണ്ടിയാണ് ചിരട്ട ഉപയോഗിക്കുന്നത്. ചിരട്ടയിൽ നിന്ന് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും വൻ ഡിമാൻഡാണ്. പല ഉപയോഗപ്രദമായ വസ്തുക്കളും അലങ്കാര സാധനങ്ങളുമെല്ലാം നിർമ്മിക്കുന്നതും ചിരട്ട ഉപയോഗിച്ചാണ്. ഇതോടെ വീഡിയോ പൂർണ്ണമാകുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.